+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ് പാർട്ട് 9. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ജോമെട്രി പ്രോഗ്രഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഏതാനും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ APO GPO അല്ലാത്ത എന്നാൽ GPOയോട് അടുത്ത് വരുന്ന ഒരു സീരീസ്, അതിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി GP ആയി രൂപാന്തരം വരുത്തി സോൾവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഹിയർ ഇൻ ദിസ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് geometric mean. For this, consider the sequence 2, 4, 8. ഇതൊരു സീക്വൻസ് ആണ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ GP. ഇതിലെ മിഡിൽ ടേം ഏതാണ്? ഇതിലെ മിഡിൽ ടേം? മിഡിൽ ടേം ഈസ് 4. ഇതിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ജോമെട്രിക് മീൻ, അതായത് ജോമെട്രിക് മീൻ ഓഫ് 2 and 8, അതാണ് 4. അതായത് ഒരു GPയിൽ 3 എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിലെ മിഡിൽ വണ്ണിനെ ജോമെട്രിക് മീൻ ഓഫ് ദ അതർ 2. ഇവിടെ ഒരു പ്രധാന കാര്യം, ഇവിടെ എലമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം എന്നതാണ്. ആ സമയത്ത് മാത്രമാണ് ജോമെട്രിക് മീൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പറഞ്ഞത് 2, 4, 8 ഒരു GPയിലാണെങ്കിൽ അതിലെ മിഡിൽ വൺ എന്നത് ജോമെട്രിക് മീൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ്. അതായത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ, അതായത് A, G ആൻഡ് B ഇതൊരു GPയിലാണെങ്കിൽ G ഈസ് കോൾഡ്, ദ മിഡിൽ വൺ G ഈസ് കോൾഡ് ദ ജോമെട്രിക് മീൻ ഓഫ് A ആൻഡ് B, വേർ A ആൻഡ് B മസ്റ്റ് ബി പോസിറ്റീവ്. എയും ബിയും പോസിറ്റീവ് ആകണം. പോസിറ്റീവ് ആകുമ്പോൾ മാത്രമാണ് ജോമെട്രിക് മീൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇവിടെ ഇനി എങ്ങനെയാണ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു AGB ഇതൊരു GP ആണെങ്കിൽ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് GP വി ഹാവ് G/A, അതായത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം ബൈ സെക്കൻഡ്. അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. G square ഈക്വൽ ടു AB ഓർ G ഈക്വൽ ടു റൂട്ട് AB. ജോമെട്രിക് മീൻ G ഈക്വൽ ടു റൂട്ട് AB. നമുക്ക് ഇതിനെ തന്നെ വേറൊരു രീതിയിലും കൂടി പറയാം. ജോമെട്രിക് മീൻ G ഈക്വൽ ടു ABയുടെ പവർ 1/2. ഈ എഴുതിയത് നേരത്തെ എഴുതിയ മുൻപ് പറഞ്ഞ അരിത്തമെറ്റിക് മീനിൻ്റെ പ്രത്യേകതയും കൂടിയായിട്ട് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ, അതായത് A ക്യാപിറ്റൽ A സ്മോൾ b ഇത് APയിലാണെങ്കിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആണെങ്കിൽ ഇതിലെ മിഡിൽ വൺ A ഈസ് കോൾഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് A ആൻഡ് B, ആൻഡ് അരിത്തമെറ്റിക് മീൻ A ഈക്വൽ ടു A പ്ലസ് B/2. 2 എലമെൻറ്റ് ആഡ് ചെയ്തിട്ട് 2 കൊണ്ടായിരിക്കുന്നു. ഇവിടെ 2 എലമെൻറ്റ് പ്രോഡക്റ്റ് കണ്ട് അതിൻ്റെ പവർ 1/2. ഇവിടെ A പ്ലസ് B/2, ഇവിടെ AB റേസ് ടു 1/2. ജോമെട്രിക് മീൻ ആൻഡ് അരിത്തമെറ്റിക് മീൻ. ഇനി ഇവിടെ നേരത്തെ നാം സൂചിപ്പിച്ച 2, 4, 8, അതായത് ഈ എക്സാമ്പിളിൽ 4 ഇവിടെ നമുക്കറിയാം എങ്കിലും 2ൻ്റെയും 8ൻ്റെയും ജോമെട്രിക് മീൻ എങ്ങനെയാണ് ഈ ഡെഫിനിഷൻ പ്രകാരം കാണുക? അതായത് 4 എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. എങ്കിലും നമുക്കിവിടെ എങ്ങനെ കാണാം? എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 8 ആണ്. ഇതിൻ്റെ പവർ 1/2 കണ്ടാൽ മതി. എത്രയാണ് കിട്ടുന്നത്? 16ൻ്റെ പവർ 1/2, ദാറ്റ് ഈസ് 4. ക്ലിയർ ആണ്? If 2, 4, 8 are in GP, the middle one 4 is called the geometric mean of 2 and 8. Geometric mean.
ഇനി ഇതേ രീതിയിൽ തന്നെ ഈ കാര്യം തന്നെ നമുക്ക് എപ്പോഴും ജി പിയിൽ 3 എലമെൻറ്റ് മാത്രമായിക്കൊള്ളണമെന്നില്ല. ധാരാളം എലമെൻറ്റുകൾ വരാം. ഇപ്പോൾ ഒരു ജി പിയിൽ നമുക്കറിയാം 2, 4, 8, 16, 32, 64, 128, 256. ഇതൊരു ജി പി ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്ന, അതായത് ഫസ്റ്റ് ടേം 2 കോമൺ റേഷ്യോ 2മായി വരുന്ന ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഇതിൽ 8 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 2ൻ്റെയും അതുപോലെ തന്നെ 256ൻ്റെയും ഇടയിലുള്ള 6 നമ്പേഴ്സ് ഉണ്ട്. ആ 6 നമ്പേഴ്സിനെയും നാം പറയുന്നതാണ് ജോമെട്രിക് മീൻ ബിറ്റ്വീൻ 2 ആൻഡ് 256. ജോമെട്രിക് മീൻ ഈ എഴുതിയത് 4 മുതൽ 128 വരെയുള്ളതാണ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ ഓഫ് 2 ബിറ്റ്വീൻ 2 ആൻഡ് 256. ഇവിടെ 6 ജോമെട്രിക് മീൻസ്. ജോമെട്രിക് മീൻസ് നേരത്തെ അരിത്തമെറ്റിക് മീൻസ് പോലെ ജോമെട്രിക് മീൻസ്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. അതായത് ഒരു സീക്വൻസ് എ, G1, G2, then G3, etc. Gn, B. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതിലെ G1, G2, etc. Gnനെയാണ് നാം പറയുന്നത് ജോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് ബി. കൂടാതെ ഒരു ജോമെട്രിക് മീൻ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ടത് കോമൺ റേഷ്യോ R എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഇവിടുത്തെ ആവശ്യം. എന്താണ് കോമൺ റേഷ്യോ? ഇതാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമുക്കതൊന്ന് നോക്കാം, എങ്ങനെയാണ് ആ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എന്ന്. അതായത് ഈ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത്, അതായത് നേരത്തെ പറഞ്ഞു എ മുതൽ എയുടെയും അതുപോലെ തന്നെ ബിയുടെയും ഇടയിൽ n ജോമെട്രിക് മീൻസ് ആണ് നമ്മളടുത്തുള്ളത്. G1, G2, G3, etc. Gn. എയുടെയും ബിയുടെയും ഇടയിൽ G1 മുതൽ Gn വരെയുള്ള n ജോമെട്രിക് മീൻ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതാണ് നമ്മൾ നോക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, G1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, G3, G2 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം. അപ്പോൾ Gn എന്ന് പറഞ്ഞാൽ n+1th ടേം ആയിരിക്കും. അതായത് ബി എന്ന് പറഞ്ഞാൽ n+2th ടേം ആയിരിക്കും. നമുക്കറിയാം n+2th ടേം എങ്ങനെ കാണുക? അതായത് AR⁻n+1. ഇതാണ് നമുക്കറിയാവുന്ന ബി. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ റേഷ്യോ R ആണ്. അതായത് R⁻n+1 = B/A. ഇതിൽ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാം. R = B/A പവർ 1/n കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെയും 1/n+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് n അല്ല n+1. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമൺ റേഷ്യോ. ഇനി നമുക്കതൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ. ഇപ്പോൾ 2 അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 5, 12. 2ൻ്റെയും 512ൻ്റെയും ഇടയ്ക്ക് നമുക്ക് കണ്ടെത്തേണ്ടത് 7 ജോമെട്രിക് മീൻസ് ആണ്. 7 ജോമെട്രിക് മീൻസ്. ആ 7 ജോമെട്രിക് മീൻസ് എങ്ങനെയാണ് നാം കണ്ടുപിടിക്കുന്നത്? ഇതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് എ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, 2 എന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ബി = 5, 12. എത്ര ജോമെട്രിക് മീനാണ് കാണുന്നത്? 7. ദാറ്റ് ഈസ് n = 7. നമുക്കിവിടെ കാണാനുള്ളത് 6 ആണ്.
കോമൺ റേഷ്യോ ആറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് നേരത്തെ എഴുതിയ ഡെഫിനിഷൻ പ്രകാരം, ഈ ഡെഫിനിഷൻ പ്രകാരം ആർ ഈക്വൽ ടു ബി 512 2 ആണ്, ഓൾ റേസ് ടു 1/7 പ്ലസ് 1 ഈക്വൽ ടു 512/2 256 ഓൾ റേസ് ടു 1/8. നമുക്കറിയാം 256നെ 2⁸ എന്നെഴുതാം. ഓൾ റേസ് ടു 1/8, ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 2. ആറിൻ്റെ വാല്യൂ 2 ആണെന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ജോമെട്രിക് മീൻസ് എഴുതാം. ഈ ഫസ്റ്റ് ടേമിനോട് കൂടി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 2 4. ഇതാണ് നമ്മുടെ G1. കമ്പയർ ചെയ്യുമ്പോൾ G1. ഇതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 2 ആണ്, അപ്പോൾ 8. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16. വീണ്ടും 2 32. then 64. then 128. 256. ഇതാണ് അടുത്ത ജോമെട്രിക് മീൻ. ഇത് G1, G2, G3, G4, G5, G6, G7. ഇതേ രീതിയിലാണ് നാം ജോമെട്രിക് മീൻ ഇൻസർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ചെയ്തത്, ഈ ക്വസ്റ്റ്യനിൽ ഈ എക്സാമ്പിളിൽ ഇൻസർട്ട് ചെയ്തത് 2ൻ്റെയും 512ൻ്റെയും ഇടയിൽ 7 ജോമെട്രിക് മീൻസ് ഇൻസർട്ട് ചെയ്യുകയാണ് നാം ചെയ്തത്. നമുക്ക് ഈ കാര്യം ഒന്ന് വിശദമായിട്ട് നോട്ടിലേക്ക് എഴുതാം. ജോമെട്രിക് മീൻ. If A, G, B is a geometric progression, then capital G is called the geometric mean (GM) of A and B, where the elements are positive. A യും B യും പോസിറ്റീവ് ആയിരിക്കണം. Also, if A, G, B are in GP, second term by first equal to third term by second. Cross multiply ചെയ്യുമ്പോൾ G square equal to AB, or ജോമെട്രിക് മീൻ G, മിഡിൽ വണ്ണിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. G ഈക്വൽ ടു റൂട്ട് ഓഫ് AB. കൂടാതെ ഇഫ് ആർ എ G1, G2, G3, etc. G and B are in geometric progression, then G1, G2, G3, etc. G and are called geometric means between A and B. ഇതിൻ്റെ കൂടെ നമുക്ക് R കാണാനുള്ള ഫോർമുല കൂടി ഒന്ന് എഴുതി വയ്ക്കാം. R ഈക്വൽ ടു B/A all raised to 1/n+1. ഇതാണ് ഓരോ ജോമെട്രിക് മീൻസും കാണാനുള്ള ഫോർമുല. ഇത് വൃത്തിയായി നോട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഭാഗമാണ്. നമുക്കിനി ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. 52 മുതൽ 56 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സസൈസ് 9.3ലുള്ള ക്വസ്റ്റ്യൻസ്. Question number 52. Insert 2 numbers between 3 and 81 so that the resulting sequence is a GP. അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം we have A equal to 3 and B equal to 81. We have to find 2 geometric means, that is n equal to 2. We have to find R. R ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം കണ്ടുപിടിക്കണം R. അതുകൊണ്ട് R equal to B/A, ഫോർമുല ഒന്ന് എഴുതാം. B/A all raised to 1/n+1. R equal to B 81/3 all raised to 1/2 plus 1 3. That is 81/3 27 raised to 1/3. 27നെ നമുക്ക് 3 raised to 3 all raised to 1/3 എന്നെഴുതാം. That is R equal to 3. ആറിൻ്റെ വാല്യൂ കിട്ടി. ആറിൻ്റെ വാല്യൂ കിട്ടിയാൽ ആ നമ്പേഴ്സ് നമുക്ക് എഴുതാം. Therefore the numbers are
the numbers are 3 into 3 9, then 9 into 3 27. ഇതാണ് രണ്ടെണ്ണം ഇൻസർട്ട് ചെയ്തത്. ഇൻറ്റു 3 ആയാൽ 81 എത്തി. നമ്പേഴ്സ് ആർ 9 and 27. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് AM arithmetic mean and geometric mean of roots of a quadratic equation are 8 and 5 respectively, then obtain the quadratic equation. Arithmetic mean and geometric mean are the roots of the equation 8 and 5 respectively. അതുകൊണ്ട് നമുക്ക് എഴുതാം. Let the roots of the quadratic equation be A and B. Let the roots of the quadratic equation be A and B. എയും ബിയും ആണ് റൂട്ട്സ്. ഇവിടെ തന്നിട്ടുണ്ട് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എയുടെയും ബിയുടെയും അരിത്തമെറ്റിക് മീൻ A+B/2 ഗിവൺ ദാറ്റ് ഈക്വൽ ടു 8. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം ഇംപ്ലൈസ് A+B ഈക്വൽ ടു 16, ഇക്വേഷൻ നമ്പർ 1. Then geometric mean given. Geometric mean equal to root AB. Root AB ആണ് തന്നിരിക്കുന്ന 5. Then AB സ്ക്വയർ ചെയ്താൽ AB equal to squaring 25. Equation number 2, 1 and 2. Therefore, the quadratic equation is given by. നമുക്ക് quadratic equationൻ്റെ വാല്യൂ അറിയാം. എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന്. The quadratic equation is given by x square minus x into sum of the roots. Sum of roots plus product of the root. Product of roots equal to 0. നമുക്കിനി വാല്യൂ കൊടുക്കാം x square minus x into sum of the roots A+B. Product of the root AB equal to 0. നമുക്കിനി A+B AB വാല്യൂ കൊടുക്കാം. അതായത് x square minus 16x plus 25 equal to 0. This is the required quadratic equation. Then question number 54. 54 പറയുന്നത് insert 3 numbers between 1 and 256 so that the resulting sequence is a GP. നേരത്തെ ഇതേപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. We have from the given data A equal to 1 and B equal to 256 and N equal to, insert 3 geometric means. We have to find R. First we find value of R. R formula prakaram B by A all raised to B by A all raised to 1 by n plus 1 ആണ്. R equal to B by A all raised to 1 by n plus 1. B equal to 256 by 1 all raised to 1 by 4. ഇതിന് നമുക്ക് മാറ്റി എഴുതാം. 256 പവർ 4 ആയിട്ട് എഴുതാണ്.
അപ്പോൾ അതുകൊണ്ട് 4 റേസ് ടു 4 ഓൾ റേസ് ടു 1/4 ഈക്വൽ ടു 4. ആറിൻ്റെ വാല്യൂ കിട്ടി 4. ആറിൻ്റെ വാല്യൂ 4 കിട്ടിയാൽ ഇൻസർട്ട് ചെയ്യേണ്ടത് 3 നമ്പേഴ്സാണ്. അപ്പോൾ നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞ് നേരിട്ട് എഴുതാം. ദ നമ്പേഴ്സ് ആർ ഏതൊക്കെയാണ് നമ്പേഴ്സ്? 1 into 4 4, then 4 into 4 16, into 4 64, into 4 256. ലാസ്റ്റ് നമ്പർ ഗുണിച്ച് നോക്കിയാൽ 256 കിട്ടിയാൽ ഇൻസർട്ട് ചെയ്തത് ക്ലിയർ ആയി എന്ന് അർത്ഥം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n സോ ദാറ്റ് a raised to n plus 1 plus b raised to n plus 1 by a raised to n plus b raised to n may be the geometric mean between a and b. എയുടെയും ബിയുടെയും ജോമെട്രിക് മീൻ നമ്മൾ ഇതേ രീതിയിലുള്ളതിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ എ പിയിലും ചെയ്തിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ജോമെട്രിക് മീൻ ഓഫ് എ ആൻഡ് ബി ഈസ് we have the geometric mean of a and b is root ab. ആ റൂട്ട് എ ബി ആണ് ഈ തന്നിരിക്കുന്ന ഡാറ്റ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. therefore a raised to n plus 1 plus b raised to n plus 1 by a raised to n plus b raised to n equal to root ab. ഒന്ന് സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടും a raised to n plus 1 plus b raised to n plus 1 by a raised to n plus b raised to n. നമ്മൾ ഈ റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്യണം. ഈക്വൽ ടു എ ബി. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഈ ഭാഗം എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എ റേസ് ടു എൻ പ്ലസ് 1 പ്ലസ് ബി റേസ് ടു എൻ പ്ലസ് 1 ഓൾ സ്ക്വയർ ഈക്വൽ ടു എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ ഓൾ ഇൻറ്റു എ ബി. ഇത് എക്സ്പാൻഡ് ചെയ്താൽ സ്ക്വയർ ചെയ്താൽ എ റേസ് ടു 2n പ്ലസ് 2 പ്ലസ് b raised to 2n plus 2 plus 2 into a raised to n plus 1 b raised to n plus 1 equal to a raised to n plus 1 b plus a into b raised to n plus 1. നമ്മളെല്ലായ്പ്പോഴും a ആദ്യവും b സെറ്റ് രണ്ടാമതായിട്ടുമാണ് എഴുതുന്നത് എന്നർത്ഥം. ഇനി ഇവിടെ ഈ ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ റേസ് ടു എൻ പ്ലസ് 1 ബി റേസ് ടു എൻ പ്ലസ് 1 ആ ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തില്ല. സ്ക്വയർ ചെയ്യണം, ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ എ റേസ് ടു 2n plus b raised to 2n plus 2a raised to n b raised to n all into ab. ഇങ്ങനെ എഴുതണം. നേരത്തെ സ്ക്വയർ ചെയ്യാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നെ ഒരു ടേമും കൂടി എഴുതാം. അപ്പോൾ എ റേസ് ടു 2n പ്ലസ് 1 ഇൻറ്റു ബി പ്ലസ് a into b raised to 2n plus 1 plus 2a raised to n plus 1 b raised to n plus 1. ഇതിൽ നമുക്ക് സമാനമായ ടേംസ് ക്യാൻസൽ ചെയ്യാനുണ്ടായിരിക്കും. ഇത് 2 into a raised to n plus 1 2 into a raised to n plus 1 ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്ന ടേം a raised to 2n plus 2 plus b raised to 2n plus 2 equal to
എ റേസ് ടു 2n പ്ലസ് 1 ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി റേസ് ടു 2n പ്ലസ് 1. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് ടേംസ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ എ റേസ് ടു 2n പ്ലസ് 1 ഇങ്ങനൊരു ടേം, ഇവിടെയുള്ള ടേം മാക്സിമം എ റേസ് ടു 2n പ്ലസ് 1 ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു എ മൈനസ് ബി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ടേമിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് കോമൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈക്വൽ ടു ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ടേമും ഈ ടേമും. അപ്പോൾ ബി റേസ് ടു 2n പ്ലസ് 1. ഇവിടെ നമുക്കൊരു ബി ആണ്, എ ആണ് ഇവിടെ ഉണ്ടാവുക. ഈ ടേം ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആണ്, അപ്പോൾ മൈനസ് ബി ആയിട്ട് മാറും. എയും ബിയും ഈക്വൽ അല്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എ റേസ് ടു 2n പ്ലസ് 1 ഈക്വൽ ടു ബി റേസ് ടു 2n പ്ലസ് 1. അതായത് എ ബൈ ബി ഓൾ റേസ് ടു 2n പ്ലസ് 1 ഈക്വൽ ടു 1. ഒരു ടേമിൻ്റെ പവർ 2n പ്ലസ് 1 വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 2n പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. പവർ 0 ആണെങ്കിലാണ് 1 വരുന്നത്. അപ്പോൾ ഇവിടെ 0 എന്ന് കൊടുക്കാം. പവർ 0 ആണ് 1. അതായത് 2n ഈക്വൽ ടു മൈനസ് 1. n ഈക്വൽ ടു മൈനസ് 1/2. നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. എന്നിൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ദെൻ നമുക്കിനി അടുത്ത ഒരു കേസ് വരുന്നത് സം ടു ഇൻഫിനിറ്റി ഓഫ് ജി പി. സം ടു ഇൻഫിനിറ്റി ഓഫ് എ ജി പി. അതായത് നമുക്ക് ഈ ഭാഗത്ത് അറിയാവുന്ന ഒരു കാര്യം സം ടു n ടേംസ് കാണാൻ പഠിച്ചിട്ടുണ്ട്. അതായത് വി ഹാവ് ഫോർ എ ജി പി we have for a GP for a geometric progression. ഒരു geometry progressionൻ്റെ കേസിൽ അതായത് if r less than 1, r ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ ഫോർമുല നാം പഠിച്ചിരുന്നു. Sn ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ബൈ 1 മൈനസ് r. ഇതാണ് നാം പഠിച്ച ഫോർമുല. r ലെസ് ദാൻ 1 ആണെങ്കിൽ, r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ Sn ഈക്വൽ ടു a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. ഇതാണ് നാം പഠിച്ച ഫോർമുല. ഇനി ഇവിടെ ഈ എന്നിൻ്റെ വാല്യൂ അതായത് സം ടു ഇൻഫിനിറ്റിയാണ്. അതിനു മുൻപ് നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. അതായത് ആറിൻ്റെ വാല്യൂ 1/2 വരികയാണെങ്കിൽ, ആറിൻ്റെ വാല്യൂ 1/2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ആറിൻ്റെ വാല്യൂ 1/2 വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് n വളരെ വലുതാകുമ്പോൾ n ബിക്കംസ് ലാർജർ. ഈ n ആണ് നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് മാറേണ്ടത്. അപ്പോൾ ആദ്യം ഇൻഫിനിറ്റി ആവുന്നതിൻ്റെ മുൻപ് എന്നിൻ്റെ വാല്യൂ 10 വന്നാൽ എന്തായിരിക്കും വാല്യൂ? അതായത് 1/2 റേസ് ടു 10. എന്താണ് 1/2 റേസ് ടു 10? 1/1024. അതായത് 1024 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 3 0 എങ്കിലും ഉണ്ടാവും. 0.000 1000-നേക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ 9 സംതിങ് ആയിട്ട് വരും. ഇപ്പോൾ ഇത് പവർ 10 വരുമ്പോഴാണ്. ഇൻഫിനിറ്റിയും 10ഉം തമ്മിൽ വളരെ മാറ്റമുണ്ട്. ഇപ്പോൾ 1/2 റേസ് ടു 20 ആണെങ്കിൽ വീണ്ടും കുറേ മാറ്റങ്ങൾ വരും. അതായത് വീണ്ടും 2ൻ്റെ പവർ 10. അപ്പോൾ വളരെയധികം മാറ്റം വരും. 0.005 0 കഴിഞ്ഞിട്ടാണ് ഒരു ഡിജിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അതായത് 1/2 റേസ് ടു 100 ആണെങ്കിൽ 1/2 റേസ് ടു 100 ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ പറയാം 10⁻0 എന്ന് പറയാം. 0 തന്നെയാണ് എന്ന് പറയാം. അതായത് ഈ കേസിൽ നമുക്ക് as n if n becomes larger and larger, r raised to n tends to 0 എന്ന് പറയാം. r raised to n tends to 0. അതായത് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ മൈനസ് r raised to n ഈ ഭാഗമാണ് 0 ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് എസ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റ് നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഒഴിവാക്കിയാൽ മതി. അതായത് a ബൈ
1 മൈനസ് ആർ. ഇതാണ് സം ടു ഇൻഫിനിറ്റി കാണാനുള്ള ഫോർമുല. അതായത് സം ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എ ബൈ 1 മൈനസ് ആർ. എ ബൈ 1 മൈനസ് ആർ. ഇനി ഇതേ കേസിൽ തന്നെ നമുക്ക് ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ആണ്. അതുകൊണ്ട് ക്ലിയർലി ആ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് സം ടു ഇൻഫിനിറ്റി ഓഫ് എ ജി പി. നമുക്ക് ഇതൊന്ന് ബോക്സിലാക്കേണ്ടതാണ്. നിറം നോട്ടിലേക്ക് എഴുതേണ്ട ഭാഗമാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇത് നോട്ടിലേക്ക് എഴുതേണ്ട ഭാഗമാണ്. നമുക്കിനി ഇത് വെച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അതൊന്ന് നോക്കാം. ഫൈൻഡ് ദ സം ടു ഇൻഫിനിറ്റി ഓഫ് ദ ജി പി. 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് 1/2 റേസ് ടു 4 പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പ്രത്യേകത എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു 1 ആണ്. ആൻഡ് ആർ, വാട്ട് ഈസ് ആർ? ആർ ഈക്വൽ ടു 1/2/1 അല്ലെങ്കിൽ 1/2 സ്ക്വയർ ബൈ 1/2 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ 1/2 ആണ് എന്നർത്ഥം. ഇനി സം ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല എ ബൈ 1 മൈനസ് ആർ. സം ടു എൻ ടേംസ് കാണുന്നേക്കാൾ വളരെ ഈസിയാണ് സം ടു ഇൻഫിനിറ്റി. എ എന്ന് പറഞ്ഞാൽ 1 ബൈ 1 മൈനസ് 1/2 ഈക്വൽ ടു 1 ബൈ 1/2. ആൻസർ വരിക 2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 പ്ലസ് 1/2 പ്ലസ് 1/2 സ്ക്വയർ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇൻഫിനിറ്റ് ടേംസ് ഉണ്ട്. ഇത് 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആയി, 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആയി. അതായത് 1 ആയി പ്ലസ് 0.5 1.5 1.75 ആയി. ആകെ ഇൻഫിനിറ്റ് വരെ ആഡ് ചെയ്യുമ്പോൾ പോലും 2 വരുന്നുള്ളൂ. ആദ്യത്തെ 3 ടേം കൂടുമ്പോൾ തന്നെ നമുക്ക് 1.75 എത്തി എന്നുള്ളത് ഇവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ബാക്കി വരുന്ന ടേമൊക്കെ എത്ര ചെറുതാണ് എന്നതാണ് ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ ഈക്വൽ ടു 1. ഇവിടെ ആറിൻ്റെ വാല്യൂ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവാണ്. ചിഹ്നം മാറാൻ തന്നെ കാരണം ആറിൻ്റെ വാല്യൂ നെഗറ്റീവ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ദെൻ എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ. എ ബൈ 1 മൈനസ് ആർ ഈക്വൽ ടു 1 ബൈ 1 മൈനസ് 1/2. ദാറ്റ് ഈസ് 1 ബൈ 1 പ്ലസ് 1/2 ദാറ്റ് ഈസ് 3/2. 1 പ്ലസ് 1/2 3/2. അപ്പോൾ ആൻസർ വരിക 2/3. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ 1 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര ചെയ്താൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇതേപോലെ വി ക്യാൻ ഈസിലി ഫൈൻഡ്. അതായത് ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ എ ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 1/3. ദെൻ എസ് ഇൻഫിനിറ്റി. ഇനി നാം ഇവിടെ ഫോർമുല എഴുതുന്നില്ല, നേരിട്ട് എഴുതാണ്. 1 ബൈ 1 മൈനസ് ആർ 1 മൈനസ് 1/3 ഈക്വൽ ടു 1 ബൈ 2/3. 1 ബൈ 1 മൈനസ് 1/3 2/3. Then 2/3 3/2. S ഇൻഫിനിറ്റി കിട്ടിയ വാല്യൂ 3/2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കേസിൽ 1/2/3. അതുകൊണ്ടാണ് ഈ ബൈ മാത്രം ന്യൂമറേറ്ററിലേക്ക് പോകും. 1/2/3 ഇത് വായിക്കേണ്ടത് 1/2/3. പ്രധാന ബൈ ആണെങ്കിൽ അവിടെയാണ് നാം നിർത്തുന്നത് എന്ന് അർത്ഥം. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇതോടെ
ഈ ഭാഗം അവസാനിച്ചു. അടുത്ത കേസിൽ നാം ചെയ്യുന്നത്, അതായത് സം ടു ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, അടുത്ത കേസിൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അത് വരുന്ന ക്വസ്റ്റ്യനും അതുപോലെ തന്നെ മിസലേനിയസിലുള്ള ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 10ാമത്തെ ക്ലാസ്സോടെ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. നമുക്കിവിടെ അറിയാവുന്ന 3 ഫോർമുല കൂടി ആ സമയത്ത് ആവശ്യമാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1/2, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6, സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ n ഇൻറ്റു n പ്ലസ് 1/2 ഓൾ സ്ക്വയർ. ഈ 3 ഫോർമുലയാണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒപ്പം മിസലേനിയസിലെ പ്രധാന ക്വസ്റ്റ്യൻസുമാണ് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.